ശ്രീ രാജു പി നായർ, ശ്രീ ബ്രിട്ടാസ് ഞാനെത്താമേ, ശ്രീ രാജു പി നായർ ഇന്ന് ബ്രിട്ടാസ് അടക്കം സഭയിൽ സാക്ഷ്യം വഹിച്ച എന്താണ്? ഇക്കാര്യങ്ങളൊക്കെ രാജ്യത്തിനറിയാം, ഇങ്ങോട്ട് വരുന്ന കാര്യം അറിയാം, എത്ര നമ്പറാണ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടോ എന്നറിയില്ല, പക്ഷേ അറിയാം അവർ കൊണ്ടുവരുന്ന യുദ്ധവിമാനത്തിലാണെന്നറിയാം, അവരെ കൊണ്ടുവരുന്നത് കാൽവിലങ്ങും കൈച്ചങ്ങലയും കാൽവിലങ്ങും അണിയിച്ചാണെന്ന് രാജ്യത്തിനറിയാം. രാജു പി നായർ, അതിൽ ഇന്ന് ജയശങ്കർ പറയുകയാണ് അതിൽ കുട്ടികളെയും സ്ത്രീകളെയും കാൽവിലങ്ങ് ഇടില്ല എന്ന് പറഞ്ഞു. എന്താണ് മൂത്രം ഒഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കാൽവിലങ്ങ് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും നമ്മുടെ ഒരു വിമാനം അവിടെ ഇറങ്ങിയില്ല. നമ്മുടെ പൗരന്മാരാണെന്ന വില കൊടുത്ത് അവരെ ഇങ്ങോട്ടേക്ക് എടുത്തില്ല. എന്തുകൊണ്ടാണ് രാജു പി നായർ? അല്ല, ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഹാഷ്മി. ഒന്ന്, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ US സംബന്ധിച്ചോളം US അന്താരാഷ്ട്ര കൺവെൻഷൻസിനെയും എല്ലാം ലംഘിച്ചുകൊണ്ട് ട്രംപ് വന്നതിന് ശേഷം എടുക്കുന്ന കാരണം ലോകത്തെ മുഴുവൻ നടക്കുന്ന ക്രമങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. അതിനു വേണ്ടിയിട്ട് ലോകത്ത് ഭീതി വിതച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്ത്യ മാസ് ഡിപ്പോർട്ടേഷൻ, ഇങ്ങനത്തെ ഒരു മാസ് ഡിപ്പോർട്ടേഷൻ ശരിക്കും പറഞ്ഞാൽ റോമിലെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ 7(1)D പ്രകാരം മാസ് ഡിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഈസ് എ ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതൊരു ഡിപ്പോർട്ടേഷനും അവരുടെ പാരന്റ് നേഷനായിട്ട് ചർച്ച ചെയ്ത് അവര് ആക്സെപ്റ്റ് ചെയ്യാൻ, ആ ഡിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ അയക്കാൻ സാധിക്കുള്ളൂ. അപ്പോ ഇന്ത്യയുമായി ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചർച്ച ചെയ്യാതെ ഇന്ത്യയുടെ അനുമതി ഇല്ലാതെയാണ് ഇവരെ അയച്ചത് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് കാര്യത്തിന് ഇന്ത്യ മറുപടി പറയേണ്ടി വരും. ഒന്ന്, US-ന്റെ എയർക്രാഫ്റ്റ് ഇന്ത്യൻ എയർ സ്പേസിൽ വരാനും അമൃത്സറിൽ ലാൻഡ് ചെയ്യാനും എന്തുകൊണ്ട് അനുമതി കൊടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അതിന് ഞങ്ങൾ അനുമതി കൊടുത്താണ് ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ ഈ ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ വരുന്നു എന്നുള്ളതും അവരെ ഏത് തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നുള്ളതും ഗവൺമെന്റിന് അറിയാം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം നോക്കൂ, തെറ്റ് നമ്മളുടേതാണ്. തെറ്റ് നരേന്ദ്രമോദിയെ പോലെ ഒരാൾ അമേരിക്കയിൽ ചെന്ന് ടൈംസ് സ്ക്വയറിലും മറ്റുള്ളിടത്തുമെല്ലാം കാശ് കൊടുത്ത് ഇവന്റ് നടത്തി ആൾക്കാരെ കൂട്ടി പ്രസംഗിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ അഭിമാനം വലിയ രീതിയിൽ വളർന്നിരിക്കുന്നു, ഇന്ത്യ വളരെ വലിയ ഡിപ്ലോമസി ഒരു മാറ്റം വന്നിരിക്കുന്നു. അന്ന് ഞങ്ങളെല്ലാവരും കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ് വിദേശ നയം ഇവന്റുകളല്ല, വിദേശ നയം കാലാകാലങ്ങളിൽ തുടർന്നു വന്നിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് വിദേശകാര്യ നയം എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇത് വലിയ കൊട്ടിഘോഷിച്ച് ഇവന്റുകളെ ആഘോഷിച്ചു. ആ ഇവന്റുകളെ ആഘോഷിച്ചതിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇത്തരത്തിൽ, ഞാനിത് എങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത് എന്നുള്ളത് നേരത്തെ ഹാഷ്മിയും എല്ലാവരും സൂചിപ്പിച്ചുകൊണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ആരാ? ജയശങ്കറാണ് വിദേശകാര്യമന്ത്രി. ഈ ജയശങ്കറിന് ഒരു പാസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? അമേരിക്ക ഒബാമ അഡ്മിനിസ്ട്രേഷൻ ദേവയാനി കോർപ്പകടെ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിനെ അവർ കുറ്റം ചെയ്തത്, കാരണം കുറ്റം ചെയ്തത് എങ്ങനെയാ? അവരുടെ വീട്ടിലുണ്ടായിരുന്ന അവരുടെ ഹൗസ് ഹെൽപ്പ് അവർക്കെതിരെ പരാതി കൊടുത്തതാണ്. എന്തിന്? ടോർച്ചറിന് പരാതി കൊടുത്തതാണ്. അങ്ങനെ ടോർച്ചറിന് പരാതി കൊടുത്തിട്ട് ഒരു ക്രൈം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ദേവയാനി കോർപ്പടയെ അറസ്റ്റ് ചെയ്യുകയും സ്ട്രിപ്പ് സെർച്ച് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് ഇന്ത്യ ഏറ്റവും വലിയ പ്രതിരോധം തീർത്തു. എന്തായിരുന്നു? US-നുള്ള എല്ലാ ബൈലാറ്ററൽ റിലേഷൻസും കട്ട് ചെയ്തു. എന്നിട്ട് ഡിപ്ലോമാറ്റ്സിനെ തിരിച്ചു. ഏറ്റവും അസാധാരണപരമായ നടപടി. മാത്രമല്ല, ആ എംബസിക്ക് മുന്നിൽ ഉണ്ടായിരുന്ന പോലീസിന് സെക്യൂരിറ്റി മുഴുവൻ വിഡ്രോ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ബാരിക്കേഡ് ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റിയ ചരിത്രം നമുക്കറിയാം. അന്ന് ആരായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ എൻവോയ് US-ന്റെ എന്നറിയാവോ? ഇതേ ജയശങ്കറാണ്. ഇതേ ജയശങ്കർ. ഈ ജയശങ്കർ ഇന്ന് നരേന്ദ്രമോദിയുടെ കീഴിൽ വന്നപ്പോ അടിമത്തത്തിന്റെ ഇതിന്, കാരണം ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളല്ല, പക്ഷെ നരേന്ദ്രമോദിയുടെ അടിമത്വത്തിൽ ഇന്ത്യയുടെ അഭിമാനത്തെ പണയം വെച്ച ഒരു വിദേശകാര്യമന്ത്രിയായി ജയശങ്കർ തെളിയിക്കപ്പെടും. ചരിത്രത്തിൽ അദ്ദേഹത്തിന് വലിയൊരു നിയോഗം ഉണ്ടായിരുന്നു. അത് ദേവയാനി കോർപ്പറേറ്റ് ഇഷ്യൂവിൽ ഇന്ത്യയുടെ ആത്മാഭിമാനം കാത്തു സൂക്ഷിച്ച ആൾ എന്ന നിലയിലായിരുന്നു. പക്ഷെ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം അതേ ജയശങ്കർ ഇന്ത്യയുടെ അഭിമാനത്തെ തകർത്ത ആളായിട്ട് മാറുന്ന ചരിത്രമാണ് ഇപ്പൊ കാണുന്നത്. ഇവിടെ വലതുപക്ഷ നിരീക്ഷകൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, വാർ ക്രൈംസ് അല്ലെങ്കിൽ വാർ സമയത്തുള്ള ഇവാക്വേഷൻ. വാർ ക്രൈംസ് ഉള്ള ഇവാക്വേഷനും ഇതും തമ്മിൽ എന്ത് ബന്ധം?
കുവൈറ്റ് വാർ നടന്നപ്പോഴോ അല്ലെങ്കിൽ മറ്റു വാർ നടന്നപ്പോഴോ ഉണ്ടായിരുന്ന ഇവാക്വേഷനും ഈ ഡിപ്പോർട്ടേഷനും തമ്മിൽ എന്താ ബന്ധം? ഡിപ്പോർട്ടേഷൻ അന്താരാഷ്ട്ര കൺവെൻഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇന്ത്യ ഇവരെ എടുക്കാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഇവരവിടെ പാർപ്പിക്കേണ്ടി വരും. ഈ ആൾക്കാരെ അവിടെ പാർപ്പിക്കേണ്ടി വരും, സെറ്റിൽമെന്റുകൾ പാർപ്പിക്കേണ്ടി വരും. അതുൾപ്പെടെയുള്ള നയങ്ങളുണ്ട്. പക്ഷെ അതിനെയെല്ലാം ഇവര് ഇന്ന് മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ ആത്മാഭിമാനം ഇതിനപ്പുറം മുറിവേറ്റ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയുടെ വിദേശകാര്യ നയം അട്ടർ ഫെയിലിയർ ആണെന്നുള്ളത് ഇതിനപ്പുറം മറ്റൊരു ഇതുണ്ടോ? നരേന്ദ്രമോദി എന്തായാലും അന്ന് ഈ ദേവയാനി കോബ്രയുടെ സമയത്ത് മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്കെന്താണ്? ഡിപ്ലോറബിൾ എന്ന വാക്കാണ് പറഞ്ഞത്. ശക്തമായ വാക്കാണത്. അത്രയൊന്നുമില്ലെങ്കിലും ഇതൊരു തെറ്റായിപ്പോയി എന്നെങ്കിലും ഒരു വിയോജനം ഈ രാഷ്ട്രം അർഹിക്കുന്നു.